guys, welcome back to our YouTube channel. ഇമ്മാളൂസ് എന്തൊക്കെയോ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ച് പെട്ടെന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് കരുതി. എന്താണെന്ന് വെച്ചാൽ മുബിക്കാക്കി എൻ്റെ കസിൻസും കൂടെ ഒരാവശ്യത്തിന് പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ അവർ വരുമ്പോഴേക്കും എന്നോടും മാളുവിനോട് റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ സാരി ഉടുത്തിട്ടാണ് റെഡി ആവാൻ പോകുന്നത്. മാളു പ്ലീസ്, എനിക്ക് കിട്ടൂല പിന്നെ ഒന്നും ഇതെടുക്കാൻ. അപ്പം ഞങ്ങൾ സാരിയൊക്കെ എടുത്തിട്ട് റെഡി ആവാൻ പോവാണ്. അപ്പം ഞങ്ങളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. അതുപോലെ പിന്നെ മുബിക്കാക്ക വന്നിട്ട് സാരി എടുത്തിട്ട് കാണുമ്പോഴൊരു റിയാക്ഷനും കൂടി ഇതിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഞാനങ്ങനെ സാരി എടുക്കാറില്ല എപ്പോഴും. ഞങ്ങളെ കല്യാണത്തലേന്ന് അതുപോലെ എൻ്റെ അമ്മ സൂപ്പറിലൊരു ഷോയ്ക്കൊക്കെയാണ് ഞാൻ സാരി എടുത്തത്. ബിന്ദു പണിക്കരായപ്പോൾ അപ്പോഴൊക്കെയാണ് ഞാൻ സാരി അങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ക്യാഷ്വലായിട്ട് ഞാൻ അങ്ങനെ സാരി എടുക്കാറില്ല. അപ്പം ഇന്ന് സാരിയൊക്കെ എടുത്ത് ഞങ്ങൾ ഒരുങ്ങി നിന്നിട്ട് അത് കാണുമ്പോഴുള്ള മുബിക്കാക്കിൻ്റെ റിയാക്ഷനും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് പിന്നെ എൻ്റെ കസിൻസും ഉണ്ട്, അവരുടെ റിയാക്ഷനും പറ്റുകയാണെങ്കിൽ കാണിക്കാം. അപ്പം ഞങ്ങൾ എന്തായാലും ഒരുങ്ങട്ടെ, എന്നിട്ട് അവരുടെ റിയാക്ഷനും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് അപ്പം ഗെറ്റ് റെഡി വിത്ത് അസ് ചെയ്യാം. യെസ്, ഗെറ്റ് റെഡി വിത്ത് അസ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. ഞാൻ സാധാരണ ചെയ്യുന്ന അപ്പൊ നമ്മള് എപ്പോഴും അവള് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, വീഡിയോ എടുക്കുമ്പോൾ മാത്രം. അപ്പൊ നമ്മള് ആദ്യം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. നമ്മൾ സാധാരണ ഞാൻ ചെയ്യുന്ന ഗെറ്റ് റെഡി വിത്ത് മീ തന്നെയാണ് കേട്ടോ. പിന്നെ സാരി കൊടുക്കുന്നുണ്ട്, കുറച്ച് ഗ്രാൻഡായിട്ട് ഒരുങ്ങും. പിന്നെ ഞങ്ങൾക്ക് റീൽസ് ഒക്കെ എടുക്കണം അല്ലേ മാളു? മാളൂസിന്റെ സ്കേർട്ടും ബ്ലൗസും തന്നെയാണ് ധാവണി മോഡലായിട്ടാണ് എടുത്തു കൊടുക്കുന്നത്. യെസ്, അപ്പോൾ നമുക്ക് ഇനി സൺ പ്രൊട്ടക്ഷൻ തേക്കാം. മാളൂസിന് സൺ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ല. മാളൂസിന് സൺ പ്രൊട്ടക്ഷൻ സെപ്പറേറ്റ് വാങ്ങിക്കണം എന്നുണ്ട്. ആക്ച്വലി ഞാൻ ഇതുവരെ മാളൂസിന് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, ബേബി ക്രീമും ബേബി പൗഡറും അല്ലാതെ. അപ്പോൾ സൺ പ്രൊട്ടക്ഷൻ ഫസ്റ്റ് ഒരു ഡോക്ടറേക്ക് ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് വാങ്ങിക്കാം എന്ന് കരുതി. ഐ കം ടു അതാണ് ഉദ്ദേശിച്ചത്. മാളൂട്ടി ബേബി ക്രീം തേച്ചു, ഇപ്പൊ ബേബി പൗഡർ അപ്ലൈ ചെയ്യാണ്. അപ്പൊ നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ഇട്ടു. നെക്സ്റ്റ് ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പ്രൈമർ അപ്ലൈ ചെയ്യാം. നമുക്ക് ഞാൻ ലിപ് ബാം ഇടാൻ പറഞ്ഞില്ലല്ലോ. ഞാനൊരു ജെൽ പ്രൈമർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. മാളു എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി ഫൗണ്ടേഷൻ ഇടാം. ഞാനിതെല്ലാം കഴുത്തിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മറ്റേതൊക്കെ കാണിക്കാൻ വിട്ടുപോയി. അപ്പം അതാണ് പറയുന്നത്, നമ്മൾ പുറത്തേക്ക് ഈ കാണുന്ന ഭാഗത്തേക്കൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ബോറായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. ഇങ്ങനെ ഒരു ബ്ലെൻഡർ വെച്ച് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. എനിക്ക് മേക്കപ്പ് ഒന്നും ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ട് അറിയൊന്നുമില്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ മേക്കപ്പ് ചെയ്ത് പഠിക്കുകയാണ്, അതുകൊണ്ട് തന്നെ അതിൽ ചില മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പം നമ്മൾ ഫൗണ്ടേഷൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ കോള് വന്ന ആക്ച്വലി. അപ്പം അവർ വന്നുകൊണ്ടിരിക്കുകയാണ്, റെഡി ആയിക്കോന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വിളിച്ചിട്ടോ. അപ്പം എനിക്കറിയില്ല, എനിക്ക് തിരക്കിട്ട് ചെയ്ത് എനിക്ക് ഒന്നും റെഡി ആവില്ല. അപ്പം എത്രത്തോളം സെറ്റ് ആവുമെന്ന് അറിയില്ല. എന്തായാലും സെറ്റ് ആവുകയാണെങ്കിൽ ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുള്ളൂ, അത് വേറെ കാര്യം. അപ്പം നമുക്ക് നോക്കാം, എന്തായാലും സ്പീഡാക്കാം. ഓക്കെ, കോളായി, ഞാൻ പറഞ്ഞത് തിരക്കിട്ട കോളാവുന്നു. ഓക്കെ, ഐ ഷാഡോ ഇടാം. ഐ ഷാഡോ ഇടാം. ഓക്കെ, അപ്പം ഞാൻ ഐലൈനർ മിററിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് എഴുതി. നമുക്ക് ടൈമില്ല, അതുകൊണ്ട് അത് മിസ് ചെയ്തിട്ടോ. മാളൂട്ടിക്ക് എന്തായാലും എഴുതി കൊടുക്കുന്ന മനുഷ്യരാണ്. ഓക്കെ, അപ്പം അടുത്തത് നമുക്ക് ലിപ് ബാം അപ്ലൈ ചെയ്യാം. മാളൂട്ടി ലിപ് ബാം ഒക്കെ ഇട്ടു.
നിങ്ങൾ രണ്ടുപേരും ഷെയിം ലിബാമാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? യാ, ലിബാം കുറച്ച് നേരത്തെ ഇട്ട് വെക്കണായിരുന്നു, പക്ഷെ സാരല്ല, നമുക്ക് സമയമില്ലാത്തോണ്ട്. ഞാനും നേരത്തെ ഓണപ്പാട്ടിൻ കാറ്റിനുള്ളിൽ തുമ്പപ്പൂവേ ബ്ലഷ് ഇടാം. ഒരു പേര് മാളു. പാവം അമ്മ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ആവോ അല്ലേ മമ്മ? യെസ്, ബാ ബ്ലഷ്. എനിക്ക് കിട്ടുന്നേ. ബാ. അപ്പൊ ഞാനൊന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് ഞാൻ കളിക്കുന്നത് ഏത് ഡാൻസ് ആണെന്ന് നിങ്ങൾ പറയണം. അതാണ് ചാലഞ്ച്. ഓക്കെ, അപ്പൊ ഞാൻ തുടങ്ങിയാണ് പ്രാക്ടീസ് ചെയ്യാൻ. മതിയില്ലേ? ഞാൻ അത് നിങ്ങൾ മൊത്തമായിട്ട് കാണണം. അതിനു മുമ്പ് നിങ്ങൾ ഒന്ന് കമന്റ് ഇടുക, ഇത് ഞാൻ ഏത് ഡാൻസ് ആണ് ഇപ്പൊ കളിക്കാൻ പോകുന്നതെന്ന്. അല്ലേ മമ്മ? യാ, സാധാരണ എല്ലാവരും ലിപ് ലൈനർ വരച്ചിട്ടാണ് ലിപ്സ്റ്റിക് ഇടാറ്, പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ്, എനിക്കതാണ് ഇഷ്ടം. ഓക്കെ, ഓൾ ഡൺ. അപ്പൊ നമ്മൾ മേക്കപ്പ് കഴിഞ്ഞു, ഇനി നമുക്ക് സാരി ഉടുക്കാം. ഓക്കെ, എന്താകുമോ എന്തോ, സാരി ഉടുത്തും എനിക്ക് ശീലമില്ല. അപ്പൊ ഞങ്ങൾ സാരി ഉടുത്തിട്ട് വരാം. അപ്പൊ ഞങ്ങൾ സാരിയൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവര് വരുന്നുണ്ട്. റിയാക്ഷൻ എന്താ നോക്കാം. ചിലപ്പോൾ പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല, ഞാൻ ചമ്മി പോവും, അത്രേ ഉണ്ടാവുള്ളൂ. എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിന് മുന്നേ വളയൊക്കെ ഇടാനുണ്ട്. എന്താ ഞാനിതാ റെഡ്. ഓക്കെ, ഒരേ ഡിസൈൻ ആണ് കണ്ടോ, ഒരേ മുത്ത് മുത്ത് ഇങ്ങനെ അതേപോലെ. ഇടോ. ഓക്കെ, അപ്പൊ അവര് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ മാളു, മാളൂട്ടി ഇവിടെ ഉണ്ട്. ഓക്കെ, എന്നൊന്നും പറഞ്ഞില്ല. ഞാൻ നിങ്ങളുടെ റിയാക്ഷൻ കിട്ടാൻ വേണ്ടി ഇവിടെ വീഡിയോ ഉണ്ടാക്കി. സൂപ്പർ. ഇപ്പൊ വീഡിയോ എടുക്കുന്നത് ആരാന്ന് വെച്ചാൽ നമ്മുടെ ഫിദക്കുട്ടി വീഡിയോ ആണല്ലേ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് റിയാക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. അവർ മാളൂട്ടിക്കായിരുന്നു ഫുൾ റിയാക്ഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചമ്മിക. എനിവേ ഞങ്ങൾക്ക് റീൽ എടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം തന്നെ ലൈറ്റൊക്കെ പോകാനായി, അതുകൊണ്ട് ഞങ്ങൾ വേഗം റീൽ എടുത്ത് തീർക്കട്ടെ. ഗായ്സ്, അപ്പൊ ഞങ്ങള് റീൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞു, ഒരുവിധം ഒപ്പിച്ച്, ലൈറ്റ് ഒക്കെ പോയി, എന്നാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇത് ഞങ്ങളെ വീട്ടിലെ പുതിയ അതിഥിയെ പരിചയപ്പെടുത്താം. കമോൺ, എന്താ വിളിക്കണ്ടേ? ഫസൽ മുഹമ്മദ്. ഇത് എന്റെ ഡിയറസ്റ്റ് കസിൻ ആണ് കേട്ടോ. ഫിദേനെ നിങ്ങൾക്ക് അറിയാലോ, ഇതായിരിക്കണു ഫിദേന്റെ ഏട്ടനാണിത്. ഗൾഫിൽ നിന്ന് വന്നല്ലേ, എനിക്കൊരു മിഠായി പോലും കൊണ്ടുവരാതെ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. മാളൂസ് എന്തൊക്കെയോ മോപ്പിന് വേണ്ടി അടിവിടുന്നു, എന്തിനാന്ന് അറിയില്ല. എവിടുന്ന വന്നവൻ? ഹൊമാൻ, പുതിയ സ്ഥലമാണ്. ഹൊമാൻ എന്ന് വന്നിരിക്കും. ഇവിടെ വാ, എന്താ പറയാനുള്ള എന്റെ വ്ളോഗിൽ ആദ്യമായിട്ട് വന്നിട്ട്. ഞാൻ ഇവ വരുമ്പോ വ്ളോഗ് എടുക്കുമ്പോ ഭയങ്കര എക്സ്പെക്ടേഷനിലായിരുന്നു കേട്ടോ. ഭയങ്കര എന്റർടൈനിങ് ആയിരിക്കും വ്ളോഗ് എന്നൊക്കെ വിചാരിച്ചു. ഒന്നും പറയുന്നില്ല. പറ. ഓ ശരി, എന്നാ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോട്ടെ. ബൈ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നൈറ്റ് ഒന്ന് പുറത്ത് പോവാന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ലുലു മാളിലേക്ക് എനിക്കൊരു ബ്ലൂബെറിന്റെ ഐസ് കഴിക്കാൻ വേണ്ടിട്ട് പോയി. എന്നിട്ട് ഞാൻ ഫസൽ മാമനെ കൊണ്ട് ബ്ലൂബെറിന്റെ ഐസ് വാങ്ങിച്ചു. നൈറ്റ് ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ അവൻ വന്നപ്പോഴേ അവൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ നല്ല നെയ്ച്ചോറും ബീഫൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വ്ളോഗിൽ കാണിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഈവനിങ് ആണ് വ്ളോഗ് എടുക്കാൻ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ലുലുന്ന് ഇറങ്ങി. അപ്പോൾ എനിക്കൊരു ബ്ലഷ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അവൻ. എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കോളാൻ പറഞ്ഞപ്പോൾ ഞാൻ നല്ലൊരു ബ്ലഷ് വാങ്ങിച്ചു. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആ ബ്ലഷ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. പക്ഷെ അപ്പോഴേക്കും മുബിക്കാക്ക നന്നായിട്ട് സൈഡായി പോയിട്ടുണ്ടായിരുന്നു, കാരണം മുക്കാക്ക ആദ്യം ഒരു പനി ഉണ്ടായിരുന്നു ഇറങ്ങുന്ന സമയത്തെ. അപ്പം നൈറ്റ് ആയപ്പോഴേക്കും മുബിക്കാക്ക ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. പിറ്റേ ദിവസമാണ് അവൻ പോകുന്നതൊക്കെ പ്ലാൻ ചെയ്തത് കേട്ടോ. പക്ഷേ വീട്ടിലെത്തിയപ്പോഴേക്കും അവൻ നൈറ്റ് തന്നെ പോവാം, വേറെ പരിപാടി
പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ നൈറ്റ് തന്നെ പോവാൻ റെഡിയായി. സോ ഞാൻ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോസ് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ ഫ്രം മാളൂട്ടീസ് വ്ലോഗ്. പ്ലീസ് ഒന്നും വേണ്ട. പോയിട്ട് വരാം. വേണ്ട. സുസല സുസല എടാ സീരിയസ്ലി നോ. പിന്നെ ഒറ്റ ആണോ പോയിട്ട് വരാം. ഭയങ്കര പനി. പോയിക്കോ.